മുണ്ടക്കൈയിലെ ദുരന്തത്തിനെ കുറിച്ച് നമ്മളെല്ലാവരും വേദനയോടെ കൂടി പറഞ്ഞിട്ടുണ്ട്. 430-ലധികം മനുഷ്യർ മണ്ണടഞ്ഞുപോയ മരിച്ചുപോയ ഒരപകടം. 118 പേരെ ഇന്നും കാണാൻ സാധിച്ചിട്ടില്ല. 397-ലധികം പേർ ഔദ്യോഗിക കണക്കു പ്രകാരം അവർ വലിയ പരിക്കേറ്റ് വീടുകളിലും ക്യാമ്പുകളിലും കഴിയുകയാണ്. 100-ലധികം വീടുകൾ തകർന്നു തരിപ്പണമായി മണ്ണെടുത്തു പോയ അപകടം. എത്രയോ മനുഷ്യർ അവിടെ നിന്ന് സങ്കടപ്പെടുന്ന കഥകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. നൗഫലിനെ പോലെയുള്ള മനുഷ്യർ, തന്റെ കുടുംബത്തിലെ 15 പേർ, ഉമ്മ നഷ്ടപ്പെട്ടവർ, ഉപ്പ നഷ്ടപ്പെട്ടവർ, തന്റെ കുടുംബത്തിലെ 15 പേരെ നഷ്ടപ്പെട്ട നൗഫലിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യർ. ആ മനുഷ്യരോട് ജൂലൈ 30-ന് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ നേരെ പിറ്റേ ദിവസം ഓഗസ്റ്റ് 1-ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നുണ്ട്, ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: വയനാടിനെ രക്ഷിക്കാൻ നിങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നാണ്. മാസങ്ങൾ കഴിഞ്ഞല്ലോ, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ ആലോചിക്കണം. വയനാട്ടിലെ മുണ്ടക്കൈയിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി 1 രൂപ പോലും ചെലവഴിക്കാൻ കേരളത്തിലെ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ 697 കോടി രൂപ പിണറായി വിജയന്റെ അക്കൗണ്ടിലുണ്ട്. കേരളത്തിലെ ഉദാരമതികളായ വലിയ വലിയ കോടീശ്വരന്മാർ സംഭാവനയായി നൽകിയ കോടികൾ വേറെയുമുണ്ട്. അതിൽ നിങ്ങൾ ചെലവഴിച്ച കണക്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, വെറും 7 കോടി രൂപ മാത്രമാണ്. അപ്പൊ നമ്മൾ കരുതും ഈ 7 കോടി രൂപ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്തെങ്കിലും വാങ്ങാൻ നൽകിയതാണെന്ന്. ഈ 7 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ചത് അത് കളക്ടർക്ക് സേവന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കളക്ടർക്ക് കൊടുത്തതാണ്. ഞാൻ പറയുന്നത്, കേരളത്തിനെ നടുക്കിയ ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുമ്പോ, ഒരു നാട് സങ്കടത്തിൽ മുഴുവൻ മുങ്ങി നിൽക്കുമ്പോ, അവിടെ നാടിന്റെ മുന്നിൽ പിരിവെടുക്കുക, പരമാവധി പണം സ്വരൂപിക്കുക, എന്നിട്ട് അർഹരായ ആളുകൾക്ക് അത് നൽകാതെ ഈ നാടിനോട് കാണിക്കുന്ന വഞ്ചനയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഈ നാട് മറുപടി ചോദിക്കുമെന്നാണ്. മനുഷ്യരെക്കാൾ അധപ്പതിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൈയിട്ട് വാരി തിന്നിട്ടുണ്ട്.